നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വീഡിയോയിൽ ഷീൽഡ് ഓഫ് കറേജ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ടൈറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷീൽഡ് ഓഫ് കറേജ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ കറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ധൈര്യമാണ്. അപ്പോൾ ഷീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, കവചമായിട്ട് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ഷീൽഡ് എന്ന് പറയുക. അപ്പോൾ ധൈര്യത്തിൻ്റെ ഒരു കവചം എന്നാണ് നമുക്ക് ടൈറ്റിലിൽ കാണാനായിട്ട് സാധിക്കണം. അപ്പം നമുക്ക് ആരാണ് ഇവിടെ ഒരു ധൈര്യത്തിൻ്റെ കവചമായിട്ട് മാറിയിട്ടുള്ളത്, ആരെയാണ് സംരക്ഷിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഈ ചാപ്റ്റർ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. In a deeply moving ceremony on the Republic Day of 1987, Neeraja Bharat was posthumously conferred India's highest peacetime gallantry award, the Ashoka Chakra. അപ്പോൾ ഇത് പറഞ്ഞ് ഫസ്റ്റ് ലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1987 റിപ്പബ്ലിക് ഡേയിൽ നീരജ ഭാനറ്റിന് അവർക്ക് എന്ത് കിട്ടിയെന്നാണ് പറഞ്ഞത്, പോസ്റ്റുമസ്ലി എന്നാണ്. പോസ്റ്റുമസ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണശേഷം നമ്മൾ മരണാനന്തര ബഹുമതി എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ പോസ്റ്റുമസ്ലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പോസ്റ്റുമസ്ലി എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നീരജ ഭാനറ്റിന് എന്ത് കിട്ടിയിട്ടുണ്ട്, പോസ്റ്റുമസ്ലി നമ്മുടെ അശോക ചക്ര അവാർഡ് കിട്ടേണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അപ്പോഴേക്കും അവർ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മരണത്തിന് ശേഷം അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 1987 റിപ്പബ്ലിക് ഡേയിൽ ആ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് അശോക ചക്ര അവാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് ലൈനിൽ തന്നെ നമുക്ക് മനസ്സിലായി ആരാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. ആ ഒരു ഷീൽഡ് ഓഫ് കറേജ് എന്ന് പറയുന്ന ആ ഒരു പേഴ്സണാലിറ്റി തന്നെ നമ്മുടെ നീരജയാണ് കേട്ടോ. ഇന്ത്യാസ് ഹയസ്റ്റ് പീസ് ടൈം ഗാലൻട്രി അവാർഡ് ദ അശോക ചക്ര. നീരജ വാസ് ദ ബ്രേവ് ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് ഹു ഹാസ് സാക്രിഫൈസ്ഡ് ഹെർ ലൈഫ് ടു സേവ് പാസഞ്ചേഴ്സ് ഓൺ എ ഹൈജാക്ക്ഡ് എയറോപ്ലെയിൻ. അപ്പോൾ നമ്മുടെ നീരജ എന്ന് പറയുന്നത് ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആയിരുന്നു. ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിലുള്ള സ്റ്റാഫാണ്. അതായത് അവിടുത്തെ എന്താ പറയുക, കറക്റ്റായിട്ടുള്ള മാനേജ്മെൻറ്റും അതിൻ്റെ അതേപോലെ തന്നെ പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റി അതേപോലെ തന്നെ അവരുടെ കംഫർട്ട് ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാഫിനെയാണ് നമ്മൾ ഈ പറയുന്ന ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കണം. അപ്പോൾ എയറോപ്ലെയിനിൽ എന്തായിരുന്നു, ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു നമ്മുടെ നീരജ. അപ്പോൾ അവർ ആ ഒരു സമയത്ത് അവർ വർക്ക് ചെയ്തിരുന്ന പ്ലെയിൻ എന്ത് ചെയ്യേണ്ടായി, ഹൈജാക്ക് ചെയ്യപ്പെടേണ്ട. അപ്പോൾ ഹൈജാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എക്സ്റ്റേണൽ ആയിട്ട് കുറച്ച് ആളുകൾ അവിടെ കടന്നു കയറിയിട്ട് അവർ കൺട്രോൾ കൊണ്ടുവരിക. അവർ എന്താ പറയുക, നമ്മൾ ആ ഒരു പ്ലെയിൻ നിർത്തിയിടുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന ഒരവസ്ഥ, കംപ്ലീറ്റ്ലി അവരുടെ കൺട്രോളിലേക്ക് ആ ഒരു പ്ലെയിനും അതിനകത്തുള്ള പാസഞ്ചേഴ്സും ക്രൂ മെമ്പേഴ്സും ഒക്കെ ആവുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഹൈജാക്ക്ഡ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഹൈജാക്ക് ചെയ്യുക എന്നുള്ള വേർഡ് അല്ലേ. The ceremony, attended by dignitaries, family and friends, was a fitting tribute to Neeraja's legacy. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിന് അവരുടെ ഫാമിലി, ഫ്രണ്ട്സ് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. The Ashoka Chakra presented by Gyani Zail Singh, the then president of India, was received by Neeraja's mother, Rama Bharat. അപ്പോൾ ആ ഒരു അവാർഡ് ആ സമയത്തെ പ്രസിഡൻ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം അത് കൊടുത്തത് ആർക്കായിരുന്നു, രമാ ഭാനറ്റ് എന്ന് പറയുന്ന ഇവരുടെ നീരജയുടെ മദറിനായിരുന്നു. കാരണം നീരജ ഓൾറെഡി അപ്പോഴേക്കും ജീവിച്ചിരിപ്പില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവർ അവാർഡ് കൊടുത്തിട്ടുള്ളത് അവരുടെ മദറിനായിരുന്നു. നീരജാസ് ഫാദർ ഹരീഷ് ബാനറ്റ് ആൻഡ് ഹർ ബ്രദേഴ്സ് were present to witness the ceremony. അപ്പം അച്ഛനും സഹോദരങ്ങളൊക്കെ അവർ എന്താ പറയുക പ്രോഗ്രാം കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നീരജ വാസ് ബോൺ ഓൺ 7 September 1963 in Chandigarh, India, where she grew up in a loving and supportive family. ആ ഒരു ഫാമിലിയൊക്കെ വളരെ എന്തായിരുന്നു, സ്നേഹമുള്ള, സപ്പോർട്ട് ചെയ്യുന്ന, യാതൊരു തരത്തിലുള്ള കൺട്രോൾസും കാര്യങ്ങളൊന്നും വെക്കാതെ നല്ല രീതിക്ക് പോയിരുന്നൊരു ഫാമിലി ആയിരുന്നു. ഷീ സ്റ്റാർട്ടഡ് ഹെർ കരിയർ ആസ് എ മോഡൽ. അപ്പോൾ അതൊരു മോഡലായിട്ടാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഹെർ എലഗൻസ്, ഡെഡിക്കേഷൻ, കോൺഫിഡൻസ് ആൻഡ് പോഴ്സ് ലെഡ് ഹെർ ടു പെർസ്യൂ എ കരിയർ ഇൻ ദ എയർലൈൻ ഇൻഡസ്ട്രി. അപ്പോൾ അവരുടെ ആ ഒരു ധൈര്യവും അവരുടെ ആ ഒരു ഫീൽഡിനോടുള്ള താല്പര്യവും ഒക്കെയാണ് അവരെ ആ ഒരു എയർലൈൻ ഇൻഡസ്ട്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. നീരജ ജോയിൻഡ് പാനം ആസ് എ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് ആൻഡ് ക്വിക്ക്ലി ഗെയിൻഡ് a reputation for professionalism and dedication to her work. അപ്പോൾ അവരെ പാനാമിൽ ജോയിൻ ചെയ്തതോടുകൂടി എന്തായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്, ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആയിട്ടാണ്. ആ ഒരു ടേം ഓർത്ത് വയ്ക്കായിട്ട് അവരുടെ ആ ഒരു എന്താ പറയുക പോസ്റ്റിനെയാണ് പറയുന്നത് ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ്. അപ്പോൾ അവിടെ അവർ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം എന്താണ്, അവരുടെ റെപ്യൂട്ടേഷൻസും കാര്യങ്ങളും അവരുടെ ഒരു ഡെഡിക്കേഷൻ കാരണം ഉയർന്നു വരിക അല്ലെങ്കിൽ കൂടുതൽ സ്ട്രോങ് ആവുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഓൺ 5 September 1986, Pan Am Flight 73, a Boeing 747 aircraft bearing the registration N656PA was hijacked at Karachi International Airport, Pakistan. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇവർ ആ ഒരു ഫ്ലൈറ്റിൽ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാനിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അവരെയാണ് ഒരു കൂട്ടം ആളുകൾ വന്ന് ഹൈജാക്ക് ചെയ്യാണ് ചെയ്തത്. ദ ഫ്ലൈറ്റ് വാസ് എൻ റൂട്ട് ഫ്രം മുംബൈ, ഇന്ത്യ ടു ന്യൂയോർക്ക് സിറ്റി. മുംബൈയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന
അല്ലെങ്കിൽ ആ ഒരു റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റ് ആയിരുന്നു വിത്ത് ഷെഡ്യൂൾഡ് സ്റ്റോപ്സ് ഇൻ കറാച്ചി ആൻഡ് ഫ്രാങ്ക്ഫർട്ട്. അപ്പോൾ അതിന് കറാച്ചിയിലും ഫ്രാങ്ക്ഫർട്ടിലൊക്കെ എന്തുണ്ട്, സ്റ്റോപ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇടയിൽ വെച്ച് നിർത്തിയിരിക്കുകയായിരുന്നു കേട്ടോ. നീരജ വാസ് ഓൺ ഡ്യൂട്ടി വെൻ ദ എയർപ്ലെയിൻ വാസ് ഹൈജാക്ക്ഡ്. അപ്പോൾ ആ എയർപ്ലെയിൻ ഹൈജാക്ക് ചെയ്യപ്പെട്ട സമയത്ത് നമ്മുടെ നീരജയ്ക്ക് എന്തുണ്ടായിരുന്നു, ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ അതിനകത്ത് ഉണ്ടായിരുന്നു. The hijackers had gained access to the aircraft posing as airport security personnel. അപ്പോൾ ഇവരെന്ത് പറഞ്ഞിട്ടാണ് അതിനകത്ത് കയറി കൂടിയത്? അതായത് എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്ന ആളുകളുടെ വേഷം ധരിച്ചിട്ട്, അല്ലെങ്കിൽ അവരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരുന്നു ഇവർ അതിനകത്ത് കയറി കൂടിയിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർ ദ പാസഞ്ചേഴ്സ് ആൻഡ് ക്രൂ ബോർഡഡ് ദ എയർക്രാഫ്റ്റ് ഇൻ കറാച്ചി, ദ ഹൈജാക്കേഴ്സ് ടുക്ക് കൺട്രോൾ ഓഫ് ദ പ്ലെയിൻ. അപ്പോൾ അങ്ങനെ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, കറാച്ചിയിൽ വെച്ചിട്ട് ഇവർ ഹൈജാക്കേഴ്സ് ഇങ്ങനെ വേഷം മാറി വരുന്നു, അങ്ങനെ എയർപ്ലെയിൻ്റെ അകത്ത് കയറുന്നു. അവിടെ കയറിയ ശേഷം എന്ത് ചെയ്യാണ്, ഇവർ ആ ഒരു ഫുൾ കൺട്രോൾ അവരുടെ കയ്യിലേക്ക് എടുക്കുകയാണ്. ദ ഇൻസിഡന്റ് ലാസ്റ്റഡ് അറൌണ്ട് 17 hours ആൻഡ് ദ പാസഞ്ചേഴ്സ് ആൻഡ് ക്രൂ വർ ഹെൽഡ് ഹോസ്റ്റേജ്. അപ്പോൾ ഒരു 17 hours-ഓളം 17 മണിക്കൂറോളം ആ ഒരു ഇൻസിഡന്റ്, ആ ഒരു പ്രശ്നം അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ദ പാസഞ്ചേഴ്സ് വർ ഫ്രം വേരിയസ് കൺട്രീസ് ഇൻക്ലൂഡിംഗ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുണ്ടായിരുന്നു, അമേരിക്ക ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. ദ ഹൈജാക്കേഴ്സ് ഡിമാൻഡഡ് ദി റിലീസ് ഓഫ് സർട്ടൻ പ്രിസണേഴ്സ് ആൻഡ് ത്രെറ്റൻഡ് ടു കിൽ ദ പാസഞ്ചേഴ്സ് ഇഫ് ദെയർ ഡിമാൻഡ്സ് വർ നോട്ട് മെറ്റ്. അപ്പോൾ അവരുടെ ആവശ്യം എന്തിനു വേണ്ടിയായിരുന്നു അവർ ഈ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തിട്ടുള്ളത്? അവരുടെ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ കുറ്റവാളികളെ പുറത്താക്കണം, അല്ലെങ്കിൽ അവരെ തുറന്നു വിടണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള പാസഞ്ചേഴ്സിനെ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നീരജ, ദ സീനിയർ ഫ്ലൈറ്റ് പേഴ്സൺ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ എൻഷുറിംഗ് ദ സേഫ്റ്റി ഓഫ് ദി പാസഞ്ചേഴ്സ്. അപ്പം അവിടെ ആ കൂട്ടത്തിലുള്ള പാസഞ്ചേഴ്സിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിച്ച വ്യക്തിയായിരുന്നു നമ്മുടെ നീരജ. ഷീ മാനേജ്ഡ് ടു ഹൈഡ് ദ പാസ്പോർട്ട്സ് ഓഫ് അമേരിക്കൻ പാസഞ്ചേഴ്സ്, പ്രിവെൻറ്റിംഗ് ദ ഹൈജാക്കേഴ്സ് ഫ്രം ഐഡൻറ്റിഫൈങ് ദം. അപ്പോൾ ഇവർ ഓൾറെഡി ടാർഗറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് അമേരിക്കൻസിനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കൻസ് അതിനകത്ത് ഉണ്ട് എന്ന്, അതായത് അതിനകത്തെ യാത്രക്കാരിൽ അമേരിക്കൻസ് ഉണ്ട് എന്ന് തിരിച്ചറിയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ പാസഞ്ചേഴ്സിൻ്റെ എന്താ പറയുക, അവരുടെ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള കേട്ടോ, അതിപ്പോൾ നമ്മൾ പാസ്പോർട്ട്സ് ആയിക്കോട്ടെ, അവർ അത്തരത്തിൽ ആ ഒരു അമേരിക്കയിൽ ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അമേരിക്കൻ സിറ്റിസൺസ് അതിനകത്ത് ഉണ്ട് എന്നുള്ളതിന് എല്ലാ പ്രൂഫുകളും എന്ത് ചെയ്യാണ്, ഇവരവിടെ നിന്ന് മാറ്റി വയ്ക്കുകയാണ്. അവരുടെ പാസ്പോർട്ട്സൊക്കെ അവിടെ നിന്ന് ഒളിപ്പിച്ച് വയ്ക്കുകയാണ്. കാരണം ഇവരൊരിക്കലും കണ്ടുപിടിക്കരുത് ഈ കൂട്ടത്തിൽ അമേരിക്കൻസും ഉണ്ടെന്നുള്ളത്. കാരണം എന്താണ്, ദസ് ഹെൽപ്പ് സേവ് ലൈഫ്സ് ആസ് ദേ വർ ടാർഗറ്റിംഗ് അമേരിക്കൻസ്. കാരണം അവർ എയിം ചെയ്ത് വന്നിട്ടുള്ള തന്നെ അമേരിക്കൻസിനെ ആയിരുന്നു. അപ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അമേരിക്കൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി അവരെ നേരിട്ട് പോയിട്ട് അവർ ജീവൻ അപായം വരുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ആസ് അവേഴ്സ് പാസ് ടെൻഷൻ എസ്കലേറ്റഡ്. മണിക്കൂറുകൾ പോകുന്നതനുസരിച്ചിട്ട് എന്താണ്, ആ ഒരു ടെൻഷൻ, ആ ഒരു പ്രശ്നം, സ്ട്രെസ്സൊക്കെ എന്ത് ചെയ്യാണ്, കൂടിക്കൂടി വരികയാണ്. ദ ഹൈജാക്കേഴ്സ് ബിക്കേം ഇൻക്രീസിംഗ്ലി അജിറ്റേറ്റഡ് ആൻഡ് ദ സിറ്റുവേഷൻ ഗ്രൂ മോർ ആൻഡ് മോർ ഡേഞ്ചറസ്. അപ്പോൾ ഇവർക്ക് ഹൈജാക്ക് ചെയ്ത് വന്ന ആളുകൾക്ക് എന്താ വേണ്ടേ, അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെയും ജയിലിൽ നിന്ന് തുറന്നു വിടണം. അതിനുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. അവർ ഭയങ്കര ഡേഞ്ചറസ് ആയിക്കൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകൾ കടന്നു പോകുന്നതോറും. നീരജാസ് ലീഡർഷിപ്പ് ആൻഡ് ക്വിക്ക് തിങ്കിങ് വർ ഇൻസ്ട്രുമെന്റൽ ഇൻ ഗൈഡിംഗ് ദ പാസഞ്ചേഴ്സ് ടു എസ്കേപ്പ് ത്രൂ എമർജൻസി എക്സിറ്റ്സ് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദി കാവ്സ് ആൻഡ് കൺഫ്യൂഷൻ. അപ്പോൾ ഇവരെന്ത് ചെയ്യുകയാണ്, നമ്മുടെ നീരജയുടെ ആ ഒരു ലീഡർഷിപ്പ്, അതേപോലെ തന്നെ പെട്ടെന്ന് ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളൊരു കഴിവ് കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കുകയാണ്, യാത്രക്കാരെ ആ ഒരു എമർജൻസി എക്സിറ്റ്, നമുക്കറിയാമല്ലോ ബസ്സിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്തുണ്ട്, എമർജൻസി എക്സിറ്റ് ഉണ്ടാവും. എന്തെങ്കിലും കാരണം കൊണ്ട് തീപിടിക്കുക, അപകടത്തിൽപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോറിൽ കൂടെ രക്ഷപ്പെടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗം, അതിന് നമ്മൾ എമർജൻസി എക്സിറ്റ് എന്ന് പറയാം. അപ്പോൾ അതുവഴി മാക്സിമം ആളുകൾ പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ നമ്മുടെ നീരജയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ 17 hours സ്റ്റാൻഡ് ഓഫ്, നീരജ ഓപ്പൺഡ് ദ എമർജൻസി ഡോർ ആൻഡ് ഇവാക്യുവേഷൻ ഷൂട്ട് ആൻഡ് അസിസ്റ്റഡ് ദി പാസഞ്ചേഴ്സ് എസ്കേപ്പ് ഈവൻ ദോ ഷീ കുഡ് ഹാവ് ബീൻ ദ ഫസ്റ്റ് വൺ ടു ജമ്പ് ഔട്ട്. അപ്പോൾ അവർക്ക് അവിടെ എന്തുണ്ട്, നമുക്ക് പ്ലെയിനിൽ നിന്നും കറക്റ്റായിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള തരത്തിലുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്, എമർജൻസി ഡോറിൽ കൂടെ. അപ്പോൾ അതിൽ കൂടെ അത് തുറന്ന് ആളുകളെ പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് നീരജ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഓഫ് ഓൾ ആൾക്ക് വേണമെങ്കിൽ, നീരജയ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്വയം അതിൽ കൂടെ രക്ഷപ്പെടാം. കാരണം അത് എങ്ങനെ തുറക്കണമെന്നും എങ്ങനെ അടയ്ക്കണമെന്നും എങ്ങനെ അവിടെ നിന്ന് ചാടി രക്ഷപ്പെടണമെന്നും നന്നായിട്ട് അറിയാവുന്ന ആളാണ് നീരജ. അപ്പോൾ നീരജയ്ക്ക് വേണമെങ്കിൽ ആദ്യമേ ചാടി രക്ഷപ്പെടായിരുന്നു. പക്ഷെ അവരവിടെ എന്താ ചെയ്തത്, അതെല്ലാം ഓപ്പൺ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് മാക്സിമം ആളുകളെ ഇറക്കി വിടുകയാണ് ചെയ്തത്. അവരവിടെ അകത്ത് തന്നെ നിൽക്കുകയാണ് ചെയ്തത്. ട്രാജിക്കലി ആസ് എ ഹൈജാക്കേഴ്സ് ഓപ്പൺഡ് ഫയർ ഓൺ ദി പാസഞ്ചേഴ്സ്, ഷി വാസ് ഷോട്ട് വൈൽ വാലിയന്റ്ലി ഷീൽഡിംഗ് 3 children ഫ്രം ദി ബുള്ളറ്റ്സ്.
അപ്പോൾ ഇവർ രക്ഷപ്പെടുത്തണു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, നമ്മൾ ഹൈജാക്കേഴ്സ് എന്ത് ചെയ്യണം, മാക്സിമം ആളുകളെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് 2-3 കുട്ടികൾക്ക് നേരെ അവർ നിറയൊഴിച്ച സമയത്ത് നമ്മുടെ നീരജ എന്ത് ചെയ്യാണ്, ആ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മുന്നിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുകയാണ്, കുട്ടികളെ ഷൂട്ട് ചെയ്യാൻ വെച്ച ബുള്ളറ്റ് നീരജയുടെ ദേഹത്താണ് കൊള്ളുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവർ മരിക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി ദ പാകിസ്ഥാനി SSG stormed the plane, overpowering the hijackers and securing the release of the hostages. അപ്പോൾ അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യാണ്, നമുക്ക് മാക്സിമം പുറത്തുനിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടിക്കൊണ്ടും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കുകയാണ്, അവരുടെ കൂടുതൽ ആളുകളെ സെക്യൂർ ചെയ്യാനും അതേപോലെ തന്നെ ഹൈജാക്ക് ചെയ്ത ആളുകളുടെ മേലൊരു ആധിപത്യം സ്ഥാപിച്ചെടുക്കാനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള ഒഫീഷ്യൽസും കാര്യങ്ങളൊക്കെ അവിടെ വരികയാണ്. Neeraja's heroism at the cost of her life saved the lives of the innocent children and many others on the flight. അപ്പോൾ അവരുടെ ആ ഒരു ഹീറോയിസം കാരണം എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഒരുപാട് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെയും ഒരുപാട് ആളുകളുടെയും ജീവൻ അവിടെ രക്ഷിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കറേജ് ആൻഡ് സാക്രിഫൈസിങ് ഹർ ലൈഫ് ടു പ്രൊട്ടക്ട് ദ ചിൽഡ്രൻ ഇസ് എ ടെസ്റ്റമെന്റ് ടു ഹർ സെൽഫ്ലെസ് ബ്രേവറി. മാത്രമല്ല സ്വയം രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടായിരുന്നിട്ട് കൂടി അവരെന്താ ചെയ്യുന്നത്, മാക്സിമം ആളുകളെ രക്ഷപ്പെടുത്തിയെന്ന് മാത്രമല്ല സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് അവരെന്ത് ചെയ്തത്, ആ 3 കുട്ടികളുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അവരുടെ ആ ഒരു ധൈര്യത്തിനെ എടുത്ത് കാണിക്കുന്ന ഒരു മുഹൂർത്തമായിരുന്നു. ദ ഹൈജാക്കിംഗ് ഓഫ് പാൻ ആം ഫ്ലൈറ്റ് 73 സ്റ്റിൽ റിമെയിൻസ് വൺ ഓഫ് ദി സിഗ്നിഫിക്കൻറ്റ് ഇൻസിഡൻസ് ഇൻ ഏവിയേഷൻ ഹിസ്റ്ററി. അപ്പോൾ ഏവിയേഷൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അതിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് തന്നെയാണ്. ആൻഡ് നീരജ ഭാനറ്റ്സ് ഹീറോയിസം ആൻഡ് സാക്രിഫൈസ് വിൽ ലിവ് ഓൺ ഇൻ അവർ മെമ്മറി ദ വേൾഡ് ഓവർ. അപ്പോൾ നമ്മുടെ ലോക അവസാനം വരെ എന്ത് ചെയ്യും, അവർ കാണിച്ചിട്ടുള്ള ആ ഒരു ധൈര്യം അത് നമ്മൾ എന്നും ഓർത്തുകൊണ്ടേയിരിക്കും. ഹർ സ്റ്റോറി ഇൻസ്പയർഡ് എ ജനറേഷൻ ആൻഡ് ലെഡ് ടു ചാലഞ്ച് ചേഞ്ചസ് ഇൻ ഏവിയേഷൻ സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സ് വേൾഡ് വൈഡ്. അപ്പോൾ അതിനുശേഷമാണ് ഏവിയേഷൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ എയർപ്ലെയിൻസിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൊക്കെയും എന്ത് ചെയ്തിരുന്നത്, കൂടുതൽ സെക്യൂരിറ്റി മെഷേഴ്സ് കൊണ്ടുവരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസ് സ്പെഷ്യൽ കറേജ് അവാർഡ് വാസ് പോസ്റ്റ്മസ്ലി കൺഫേർഡ് ഓൺ നീരജ ഭാനറ്റ്. അതേപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസ് സ്പെഷ്യൽ കറേജ് അവാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവാർഡും ഈ പറഞ്ഞ പോലെ അവരുടെ മരണശേഷം അവർക്ക് കിട്ടുകയുണ്ടായി. ദ ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ ഏവിയേഷൻ സേഫ്റ്റി ഓൾസോ ഹോണേർഡ് ഹർ പോസ്റ്റ്മസ്ലി വിത്ത് ദി ഹീറോയിസം അവാർഡ്. അതേപോലെ തന്നെ അവർക്ക് ഹീറോയിസം അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഹോണേർഡ് ഹർ വിത്ത് തംഗ-ഇ-പാകിസ്ഥാൻ അവാർഡ്. അതേപോലെ തന്നെ പാകിസ്ഥാനും അവർക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടു കമ്മമറേറ്റ് ഹർ കറേജ്, നീരജാസ് ഫാമിലി സെറ്റ് അപ്പ് ദ നീരജ ഭാനറ്റ് പാൻ ആം ട്രസ്റ്റ്. ദ ട്രസ്റ്റ് റെക്കഗ്നൈസസ് ഇന്ത്യൻ വിമൻ ടു ഫൈറ്റ് സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് എയർലൈൻ ക്രൂ ഹു ഡിസ്പ്ലേ കറേജ് ഇൻ മൊമെന്റ്സ് ഓഫ് ക്രൈസിസ്. അതേപോലെ അവരുടെ ഫാമിലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ പേരിൽ നീരജയുടെ പേരിൽ ഒരു ട്രസ്റ്റും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ വിമൻ ഇത്തരത്തിൽ ഒരുപാട് അനീതികൾ നേരിടേണ്ടി വരുന്നതിനെതിരെ പ്രതികരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എയർലൈൻസ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ ഓവർകം ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ആ ട്രസ്റ്റ് അവരുടെ ഫാമിലി സ്റ്റാർട്ട് ചെയ്തത്. ദ 2016 ബോളിവുഡ് ഫിലിം നീരജ ബയോപിക് ഓൺ ഹർ ലൈഫ് ആൻഡ് സാക്രിഫൈസ് ഡയറക്റ്റഡ് ബൈ രാം മധ്വാനി വാസ് എ ഹ്യൂജ് ഹിറ്റ് winning the national award for best feature film in Hindi and special mention for the actor who did Neeraja's role, Sonam Kapoor അഭിനയിച്ചിട്ടുള്ള ഒരു ഫിലിം ഈ പറഞ്ഞ 2016 ബോളിവുഡ് ഫിലിം നീരജ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അത്തരത്തിലൊരു ഫിലിം വരെ ആ ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും കറേജസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് നീരജ ഭാനറ്റ് എന്നുള്ള ആ ഒരു കേസ്. എന്തായാലും എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ ചാപ്റ്റർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. താങ്ക്